ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ 2022 CGL ടാബ് 2 മെൻസുറേഷനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, രണ്ടാമത്തെ റൂട്ട് ഓഫ് 2a ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദെൻ എ സ്ക്വയർ പ്ലസ് 2b ദ ഹോൾ സ്ക്വയർ യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നോർമലായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും. ഇവിടെ ഓപ്ഷൻ കൂടി നോക്കുക. 5/2 AB ഉണ്ട്, 3AB ഉണ്ട്, 4AB ഉണ്ട്, 3/2 AB ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് എയ്ക്കും ബിക്കും വാല്യൂ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഞാനിവിടെ എയ്ക്കും ബിക്കും 1 കൊടുക്കാനാണ് വിചാരിക്കുന്നത്. എയ്ക്കും ബിക്കും 1 കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇത് 5/2 വരും, ഇതിൻ്റെ ആൻസർ ദെൻ ഇത് 3 വരും, ഇത് 4 വരും, ഇത് ആണെങ്കിൽ 3/2 വരും. ദെൻ സൈഡ്സ് വരാൻ പോകുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 1 കൊടുക്കുമ്പോൾ എയ്ക്കും ബിക്കും 1 കൊടുക്കുമ്പോൾ √2 എന്ന് പറഞ്ഞു വരും. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ √2 എന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെ റൂട്ട് ഓഫ് 2a ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ഉം 1ഉം, റൂട്ടിൻ്റെ അകത്ത് 4ഉം 1ഉം, √5 എന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെ ഇതിലും വാല്യൂ കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അവിടെയും √5 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇതിപ്പോൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പോലെ നമുക്ക് കിട്ടും. √2, √5, √5. ദെൻ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ കേസിൽ നമുക്ക് ഏരിയ അറിയാം. ഇതിപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ് √5ഉം അൺഈക്വൽ ആയിട്ടുള്ള സൈഡ് √2 ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സ്ക്വയർ, ഹാഫ് ഇൻറ്റു അൺഈക്വൽ ആയിട്ടുള്ള സൈഡ് ഇൻറ്റു റൂട്ട് ഓഫ് ഈക്വൽ സൈഡ്, ഈക്വൽ സൈഡിൻ്റെ റൂട്ട്, അതായത് ഈക്വൽ സൈഡിൻ്റെ സ്ക്വയർ, അതായത് √5ൻ്റെ സ്ക്വയർ 5 മൈനസ് എ സ്ക്വയർ ബൈ ബി. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എ, ഇത് എ, ഇത് ബി ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 4 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലോട്ട് നമ്മൾ അത് എഴുതി കഴിഞ്ഞാൽ ദെൻ √2ൻ്റെ സ്ക്വയർ 2/4, ദെൻ ഇത് 1/2 വരും. 5ന്ന് അര കുറച്ച് കഴിഞ്ഞാൽ 4.5 വരും. 4.5നെ വേണമെങ്കിൽ നമുക്ക് √9/2 എന്ന് എഴുതാം. ദെൻ 1/2 √2, റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 3/√2. ഈ √2ഉം ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി പോയിട്ട് 3/2 എന്ന് പറഞ്ഞു വരും. സോ ഏത് ഇതിലാണ് നമുക്ക് എയ്ക്കും ബിക്കും 1 കൊടുക്കുമ്പോൾ 3/2 കിട്ടുമെന്ന് നോക്കുക. ഓപ്ഷൻ 4ലാണ്. സോ ഓപ്ഷൻ 4 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.